തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. 5 വർഷക്കാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഭാവിയിൽ ഏറ്റെടുക്കേണ്ടുന്ന പദ്ധതികളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും ചർച്ചകളും എല്ലാമാണ് ഇത്തരത്തിലുള്ളൊരു വികസന സദസ്സ് നടത്തുന്നതിന്റെ ഭാഗമായി സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു വികസന സദസ്സ് എന്ന പരിപാടി നേരത്തെ പഴയ കാലത്തൊന്നും നടന്നിരുന്നില്ല. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ആളുകളിൽ എത്തിക്കുകയും ചർച്ച ചെയ്യുകയും തുടർന്ന് വരുന്ന ഭരണസമിതി ഏറ്റെടുക്കേണ്ടുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള അവസരവും ഉണ്ടാക്കുക എന്നതാണ് ഈ ചടങ്ങിന്റെ ഉദ്ദേശം. കഴിഞ്ഞ 5 വർഷക്കാലം കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആകെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ സമാനതകളില്ലാത്ത മുന്നേറ്റം കുന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സർക്കാരിന്റെയും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകളുടെയും സഹായത്തോടു കൂടി നടത്താൻ സാധിച്ചു എന്ന അഭിമാനകരമായ സന്ദർഭത്തിലാണ് നാം ഒത്തുചേർന്നത്. നമുക്കറിയാം, ഇതിന്റെ ഭാഗമായി ഇവിടെ പ്രസ് ഫോറം ഒരു പത്രം തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്രസ് ഫോറത്തിന്റെ തയ്യാറാക്കിയിട്ടുള്ള പത്രത്തിന്റെ പ്രകാശനം ഇവിടെ വെച്ച് ഇന്ന് തോമസ് ഐസക് നടത്തിയിട്ടുണ്ട്. അതിൽ കുറേയധികം കാര്യങ്ങൾ ഈ ഭരണസമിതി നടപ്പാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം നിങ്ങളെ കൈകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ ആരോഗ്യ രംഗത്തിന് വളരെ മുൻതൂക്കം നൽകി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു എന്നത് വളരെ സന്തോഷകരമാണ്. നമ്മുടെ നാട്ടിലെ സാധാരണ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആനപ്പാറയിലെ FHC ഫാമിലി ഹെൽത്ത് സെന്റർ, ആ ഹെൽത്ത് സെന്ററിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ, അവിടെ എത്തിച്ചേരുന്ന ആളുകൾക്ക് സൗകര്യങ്ങൾ കൂടുതൽ ലഭ്യമാവാൻ ആവശ്യമായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 4 സബ് സെന്ററുകളുണ്ട്. ആ 4 സബ് സെന്ററുകളുടെയും നവീകരണത്തിന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തി പോകാൻ നമുക്ക് സാധിച്ചു. 2008 ശേഷം നമുക്ക് ലഭിച്ചിട്ടുള്ള 2 ആശുപത്രികൾ, ആയുർവേദ ആശുപത്രിയും അതുപോലെ തന്നെ ഹോമിയോ ആശുപത്രിയും, ഈ 2 ആശുപത്രികൾക്കും സ്വന്തമായി കെട്ടിടവും സൗകര്യവും ഇല്ലാത്തതിന്റെ ഭാഗമായി താൽക്കാലിക സംവിധാനത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. സ്ഥായിയായ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഭൂമി കണ്ടെത്തി MLA സഹായത്തോടു കൂടി ആയുർവേദ ആശുപത്രിക്ക് 40 ലക്ഷവും ഹോമിയോ ആശുപത്രിക്ക് 50 ലക്ഷവും രൂപ നമുക്ക് ഫണ്ട് ലഭ്യമായി സാഹചര്യമുണ്ടായി. ആശുപത്രി കെട്ടിടം പണി പൂർത്തീകരിച്ചു. ആയുർവേദ ആശുപത്രിയിലെ അടുത്ത ദിവസം അതിന്റെ ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോവുകയാണ്. വാഴപ്പറമ്പിൽ, പിലാശ്ശേരിയിലെ വാഴപ്പറമ്പിലെ സബ് സെന്റർ കെട്ടിടം 60 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നമ്മൾ നവീകരിച്ചതല്ല, പുതിയ കെട്ടിടമുണ്ടാക്കി. അതിന്റെയും ഉദ്ഘാടനത്തിന് സജ്ജമായി നിൽക്കുകയാണ്. മറ്റ് 2 സബ് സെന്ററുകൾ, 3 സബ് സെന്ററുകൾ നവീകരിച്ചു. ചൂലാമ്പയലിലെ സബ് സെന്റർ 12 ലക്ഷം ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ നവീകരിച്ചത്. കൈങ്ങോട്ടുപുറവും ചാത്തങ്കാവും ഏറ്റവും മനോഹരമായ രീതിയിൽ നവീകരിക്കാൻ നമുക്ക് സാധിച്ചു. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന നിലയ്ക്ക് ഒരു കളിസ്ഥലം, 2 ഏക്കർ സ്ഥലം പടനിലത്തിൽ ലഭ്യമാക്കി ഗവൺമെന്റിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ നമുക്ക് സർക്കാരിന് ലഭിച്ചു. അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കായിക മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ നവീകരണം നമുക്കെല്ലാം നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും മനോഹരമായ രീതിയിൽ കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യപ്രദമായ ഫ്രണ്ട് ഓഫീസോട് കൂടി കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിന്റെ നവീകരണം നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചു. 2013 നമ്മൾ കച്ചവടക്കാർക്ക് ലേലം മുഖാന്തരം നൽകിയിരുന്ന ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലെ, പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിലെ വാടക ഇനത്തിൽ 1 പൈസ പോലും നമുക്ക് കിട്ടിയിരുന്നില്ല. കച്ചവടക്കാർ കോടതിയെ സമീപിച്ചതിന്റെ ഭാഗമായി 2,30,00,000 രൂപയാണ് നമുക്ക് ലഭ്യമാകേണ്ടിയിരുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഈ തുക പൂർണ്ണമായും വാങ്ങിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ച് വ്യവഹാരം അവസാനിപ്പിച്ച് 1 മാസത്തെ വാടക പോലും ഇപ്പോൾ കിട്ടാനില്ലാത്ത രീതിയിൽ കൃത്യമായി ലഭ്യമാകുന്ന രീതിയിലേക്ക് ആ പ്രവർത്തനത്തെ നമുക്ക് മാറ്റി തീർക്കാൻ വേണ്ടി സാധിച്ചു. 2,30,00,000 നമ്മുടെ പഞ്ചായത്തിന്റെ ഫണ്ടിലേക്ക് അതിൽ നിന്ന് മാത്രം ലഭ്യമായത്. അംഗൻവാടികളുടെ പ്രവർത്തനം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ
നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 3 അംഗൻവാടികൾക്ക് നമ്മൾ വരുമ്പോൾ കെട്ടിടമില്ലായിരുന്നു. 3 അംഗൻവാടികൾക്കും കെട്ടിടമായി. ഒരു അംഗൻവാടിയുടെ കെട്ടിടത്തിൽ 2 അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം പൂർത്തിയായി. ഒരു അംഗൻവാടി കെട്ടിടം 3-ാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ്. നല്ല ഒരു നീന്തൽ കുളം 10-20 ലക്ഷം രൂപ ചെലവഴിച്ച് നമ്മൾ കുരിക്കത്തൂരിൽ 2 വർഷം മുമ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഏറെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ, ത്രിതല പഞ്ചായത്തുകളുടെ, ഗവൺമെന്റിന്റെ, അതേപോലെ തന്നെ 23 മെമ്പർമാരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാർ ഭരണസമിതിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായതിന്റെ ഭാഗമായി വലിയ മുന്നേറ്റം, ചരിത്രപരമായ മുന്നേറ്റം നമുക്ക് ഈ 5 വർഷക്കാലം കൊണ്ട് കുന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള അഭിമാനകരമായ നിമിഷത്തിലാണ് നമ്മൾ ഈ വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് കഴിഞ്ഞ 5 വർഷക്കാലവും ഈ ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി കാണാൻ കഴിയും. അവരെ നമ്മുടെ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതിച്ചേരും. ഈ 5 വർഷക്കാലവും കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കാതലായ സംഭാവന നൽകിയിട്ടുള്ള ബഹുമാനപ്പെട്ട MLA, ജനകീയ MLA അവരുടെ അസാന്നിധ്യത്തിലും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഡോക്ടർ സരിൻ അവർകളാണ്. അദ്ദേഹം വളരെ നേരത്തെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മളോട് വളരെ വിശദമായി കാര്യങ്ങളെല്ലാം സംസാരിക്കും. വളരെ ആദരപൂർവ്വം കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഈ സദസ്സിലേക്ക്, ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരോഗ്യ രംഗത്ത് നടപ്പാക്കിയിട്ടുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം ആ ചുമതലയുള്ള ചെയർമാൻ എന്ന നിലയ്ക്ക് കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ചന്ദ്രേട്ടനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും തീരുമാനമുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വെച്ചാണ്. അതിന് ഈ കഴിഞ്ഞ 5 വർഷക്കാലവും വളരെ ദൃഢതയോടുകൂടി നേതൃത്വം നൽകിയിട്ടുള്ള പ്രീതി UC അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഒപ്പത്തിനൊപ്പം നിന്ന് കഴിഞ്ഞ 5 വർഷക്കാലവും ഈ ഭരണസമിതിയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള ചെയർപേഴ്സൺ ഷബിന റഷീദിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് വൈകി മാത്രമേ എത്തുള്ളൂ. അവരുടെ സാന്നിധ്യത്തിൽ അവരെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറി സുഭാഷ്, നമ്മുടെ കഴിഞ്ഞ 5 വർഷക്കാലവും പലപ്പോഴും സെക്രട്ടറി ലീവ് എടുത്തു പോയ സന്ദർഭങ്ങളിലെല്ലാം ഭരണസമിതിയോട് കൂടെ നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറി സുഭാഷ് അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ JS-നെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ സ്തുത്യർഹമായ സേവനമാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ടാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ സേവനമനുഷ്ഠിക്കാൻ എത്തിച്ചേർന്നതെങ്കിലും നമ്മുടെ JS നിർവഹിച്ചു വരുന്നത്. അവരെയും ഈ ചടങ്ങിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായി എത്തിച്ചേർന്നിട്ടുള്ള മോഹൻദാസ്, ഭക്തോത്തമൻ, അതേപോലെ തന്നെ ബാലസുബ്രഹ്മണ്യൻ, സബീഷ്, അതേപോലെ തന്നെ നമ്മുടെ മുക്കത്തെ കുഞ്ഞാലിക്ക, നമ്മുടെ വളരെ കാലം മുമ്പേ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റും ഒക്കെ ആയി പ്രവർത്തിച്ച് പരിചയസമ്പന്നനായ കുഞ്ഞാലിക്ക, ജനാർദ്ദനൻ കേളേട്ടൻ, അതേപോലെ തന്നെ നമ്മുടെ പത്രപ്രവർത്തകർ, പത്രപ്രവർത്തകരായിട്ടുള്ള ബഷീർ പുതുക്കിടി, വ്യാപാരി പ്രതിനിധികളായിട്ടുള്ള വിനോദ്, അതേപോലെ തന്നെ വേലായുധേട്ടൻ ഉൾപ്പെടെ വേദിയിലുള്ള മുഴുവൻ സുഹൃത്തുക്കളെയും ഈ ചടങ്ങിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന മുഴുവൻ നല്ലവരായ നാട്ടുകാരെയും വളരെ സന്തോഷത്തോടു കൂടി കുറച്ച് സമയം ഇവിടെ കാത്തു നിൽക്കേണ്ടി വന്നതിന്റെ മുഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വളരെ സമാധാനത്തോടു കൂടി തന്നെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നല്ല കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള വികസന നായകനായിട്ടുള്ള കുന്ദമംഗലം നിയോജക മണ്ഡലം MLA ആണ്. അല്പസമയത്തിനുള്ളിൽ MLA ഇവിടെ എത്തിച്ചേരും. മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി വന്നിട്ടുള്ള മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ P. സരീൻ അവർകളാണ്. അതേപോലെ സ്വാഗതം പറഞ്ഞിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രേട്ടൻ, UC പ്രീതി, ഷബ്ന റഷീദ്, AS, JS, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയമുള്ളവരെ,
വളരെയേറെ സന്തോഷത്തിലാണ് അനിയേട്ടൻ വൈസ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു സ്വാഗതത്തിൽ തന്നെ. 5 വർഷം ഒരു ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിച്ച് പോകുന്ന സമയത്ത് സർക്കാർ നിർദ്ദേശപ്രകാരം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വികസന സദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കൊണ്ട് 5 കൊല്ലം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്. സ്വാഗതത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അനിയേട്ടൻ വിശദമാക്കി കഴിഞ്ഞു. നല്ല ഒരു ഭരണസമിതി എന്ന നിലയിലാണ് 5 വർഷം പോയിട്ടുള്ളത്. നല്ലൊരു ടീമായിട്ടാണ് എല്ലാവരും മുന്നോട്ട് പോയത്. അതിലേറെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഏറെ അഭിമാനവും സന്തോഷവും തോന്നുകയാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നത് ഡോക്ടർ പി സൈൻ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അദ്ദേഹത്തെ വളരെ ആദരവപൂർവ്വം സ്വാഗതം ചെയ്യാണ്. കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ 2020-25 കാലഘട്ടത്തിലെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി വിളിച്ചു ചേർത്തിരിക്കുന്ന വികസന സദസ്സിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന വേളയിലാണ് നമ്മളുള്ളത്. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട അനിലേട്ടനും അതുപോലെ തന്നെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ലിജിയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ 23 അംഗങ്ങളുള്ള ഒരു ഭരണസമിതി കഴിഞ്ഞ 59 മാസം കൊണ്ട് എങ്ങനെയാണ് കുന്നമംഗലത്തെ ഇവിടുത്തെ പ്രസ് ക്ലബ്ബ് വിളിക്കുന്നത് പോലെ വികസന മംഗലം ആക്കി മാറ്റിയത് എന്നുള്ളതാണ് ഈ സദസ്സിലൂടെ നിങ്ങളോട് ഓരോരുത്തരോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നഗരസഭയോളം വലിപ്പവും എന്നാൽ ഗ്രാമപഞ്ചായത്തായി മുന്നോട്ട് പോകേണ്ടിയും വരുന്ന ഒരു പ്രത്യേക സവിശേഷ സാഹചര്യമുള്ള ഒരു പഞ്ചായത്താണ് കുന്നമംഗലം എന്നുള്ളതാണ് അതിൻ്റെ വലുപ്പത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കുന്നമംഗലമായിട്ടുള്ള എൻ്റെ ബന്ധം 10-25 കൊല്ലമായിട്ടുള്ളതാണ്. കാരണം ഞാൻ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് 2001 MBBS പഠിക്കാൻ വന്നതും 2007 ഞാൻ ഇവിടെ നിന്നാണ് MBBS കഴിഞ്ഞ് ഡോക്ടറായി പാസ്സായി പോകുന്നത്. അതിനിടയിൽ സുഹൃത്തുക്കളുടെ വീടുകളിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായും അതുപോലെ തന്നെ വയനാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായും ഒക്കെ നിരവധി തവണ കുന്നമംഗലത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് NIT-യിലൊക്കെ പലപ്പോഴായി വരും, IIM-ലും പലപ്പോഴായിട്ട് വരും. അപ്പോൾ ഒരു പക്ഷേ NIT സ്ഥിതി ചെയ്യുന്നത് തൊട്ടപ്പുറത്തെ പഞ്ചായത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പോൾ പഞ്ചായത്തിന്റെ പരിധിക്ക് തൊട്ടപ്പുറത്താണ് നിൽക്കുന്നത് എങ്കിലും കുന്നമംഗലം എന്നാണ് അതിനെയും സ്വാഭാവികമായിട്ടും പുറമേക്കൊക്കെ പറയാം. ചാത്തമംഗലത്തിൽ തന്നെ ദേശീയ ശ്രദ്ധയുള്ള 2 സ്ഥാപനങ്ങൾ ഒരു പഞ്ചായത്തിന്റെ അതിർത്തിക്കുള്ളിൽ 10 കിലോമീറ്ററിനുള്ളിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നുള്ള രീതിയിലാണ്, റിസർച്ച് സ്ഥാപനങ്ങൾ എന്നുള്ള രീതിയിലും മറ്റുമൊക്കെ ആയിട്ട് പരിസര പ്രദേശങ്ങളിൽ അപ്പുറം ഇപ്പുറമൊക്കെ വേറെയും സ്ഥാപനങ്ങളുണ്ട്, വാട്ടർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം. അപ്പോൾ ഈ പഞ്ചായത്തിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളത് പണ്ടുതൊട്ടേ മനസ്സിലാക്കിയ ഒരാളെന്നുള്ള രീതിയിലും ഇന്നിവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനം തോന്നുകയാണ്. കേരളത്തിൽ പഞ്ചായത്തുകൾ 941 ഉണ്ട്. 941 പഞ്ചായത്തുകളിൽ കഴിഞ്ഞ ടേമിൽ അതിൻ്റെ നിയമം ഒരു പഞ്ചായത്തിൽ പരമാവധി 23 വാർഡുകൾ എന്നായിരുന്നു. ആ നിയമം ഭേദഗതി ചെയ്ത് ഒരു പഞ്ചായത്തിൽ പരമാവധി പറ്റുന്ന വാർഡുകളുടെ എണ്ണം 24 എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ തവണയും ആ പരമാവധിയായിട്ടുള്ള എത്ര വാർഡുകൾ ഉൾക്കൊള്ളാൻ പറ്റും ഒരു പഞ്ചായത്തിൽ എന്നുള്ളതിൻ്റെ കണക്കിലെത്തിയ പഞ്ചായത്ത് ഇത്തവണയും ഒരെണ്ണം കൂടി ആ പരമാവധി എത്ര വാർഡുകൾ എന്നുള്ള കണക്കിലെത്തിയ പഞ്ചായത്ത് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇവിടുത്തെ ഒരു നഗര സ്വഭാവവും കൂടി കണക്കിലെടുക്കുമ്പോൾ, ഇവിടുത്തെ ജനസംഖ്യ കൂടി കണക്കിലെടുക്കുമ്പോൾ നഗരസഭയിലേക്ക് പരിവർത്തനപ്പെടാൻ കാത്തു നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്നാണ് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് പ്രാദേശികമായി അത് നടപ്പിലാക്കുക എന്നുള്ളതിൻ്റെ അപ്പോൾ ഒരു നഗര സ്വഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്നാൽ ഗ്രാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതവും ചുറ്റുപാടുകളുമുള്ള മനുഷ്യരിലേക്ക് എങ്ങനെയാണോ ഒരു ഭരണസമിതിക്ക് മാറ്റങ്ങൾ എത്തിക്കാൻ കഴിയുക, ആ മാറ്റങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാന ബോധത്തിലാണ് ഈ ഭരണസമിതിയിൽ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പഞ്ചായത്തിന് എങ്ങനെയൊക്കെയാണോ സ്വപ്നം കാണാൻ കഴിയുക അതിനോടൊപ്പം നിൽക്കാൻ ഈ പഞ്ചായത്ത് ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ MLA എന്നുള്ള രീതിയിൽ അതിനേക്കാൾ താല്പര്യത്തോടുകൂടി നിൽക്കുന്ന ഒരാൾ അതിന്റെ സാരഥിയായിട്ട് വേണമെന്നുള്ളത് തന്നെയാണ് ഏതൊരു പഞ്ചായത്തിന്റെയും വികസന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിനുള്ള പ്രത്യേക നിമിത്തമായിട്ട് പലപ്പോഴും അനുഭവപ്പെട്ടിരിക്കുന്നത്. ആ ഒരു അനുഭവം നിങ്ങൾക്ക് നേരത്തെ തന്നെയുള്ള ഒരു സാധ്യത തന്നെയാണ് ഇവിടെ നിലനിന്നിരുന്നത്. 2016-2021 കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്ന സർക്കാരിന്റെ തുടർച്ചയായി 2021-26 കാലഘട്ടത്തിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഭാഗമായി ഒരു MLA
നിങ്ങളുടെ നാടിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനോടൊപ്പം നിൽക്കാൻ സാധിക്കുന്ന വിധം പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ സാക്ഷ്യം കൂടിയാണ് ഈ വികസന സദസ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തിനു വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് സംവിധാനം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്ന ഈ സദസ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി പിരിയേണ്ടത്. ഇന്ത്യയിൽ ഭരണഘടനാപരമായി ഒരു യൂണിയൻ ഗവൺമെന്റും അതിന്റെ പ്രാദേശിക തലങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റുകളും വിഭാവനം ചെയ്യപ്പെട്ട ഒരു ഭരണഘടനയാണ് 1950 നിലവിൽ വന്നത്. അതായത് ദേശീയ തലത്തിൽ ഒരു സർക്കാരും അതിന്റെ പ്രാദേശിക തലത്തിൽ സംസ്ഥാന സർക്കാരുകളും എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയ ഭരണഘടനയാണ് നമുക്ക് നിലവിൽ ഉണ്ടായിരുന്നത് 1950 മുതൽ. എന്നാൽ അങ്ങനെ മാത്രം പോരാ എന്നും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് ജനങ്ങളിൽ നിന്ന് പ്രാതിനിധ്യ സ്വഭാവമുള്ള തലത്തിൽ തന്നെ മറ്റൊരു സംവിധാനം കൂടി ഉണ്ടാകണമെന്നും അത് ഭരണഘടനാപരമായി തന്നെ നിലവിൽ വരേണ്ടതാണ് എന്നുമുള്ള കാഴ്ചപ്പാടിന്റെ പേരിലാണ് 73-74 ഭരണഘടനാ ഭേദഗതികളിലൂടെ പഞ്ചായത്തുകളും നഗരപാലിക എന്നുള്ള രീതിയിൽ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഇന്ത്യയിൽ മൂന്നാമതൊരു തട്ട് എന്നുള്ള രീതിയിൽ ഭരണപരമായ കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1995 ഭരണഘടനാപരമായി ഈ മാറ്റം നിലവിൽ വന്നതിന് ശേഷം കേരളത്തിൽ പഞ്ചായത്ത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന്റെ 30 വർഷങ്ങളാണ് പിന്നിടുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായും ഈ 30 വർഷങ്ങൾ കൊണ്ട് എന്ത് നേടി എന്നത് ചിന്തിക്കേണ്ടുന്നതിന്റെ ഒരു സാഹചര്യമാണ് വന്നു നിൽക്കുന്നത്. കേരളത്തിന്റെ 70 വയസ്സിലേക്കാണ് അടുത്ത വർഷം നമ്മൾ കടക്കുന്നത്. മറ്റന്നാൾ ഈ മാസം 31 കഴിഞ്ഞു വരുന്ന നവംബർ 1 69 വയസ്സ് തികയാണ് കേരളത്തിന്. പിറന്നാളിന്റെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതവുമായി അത് ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ 69 വയസ്സ് പിന്നിടുന്ന ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം എന്നാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. വലിയ ഒരു കാലപരിധി നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടില്ല. 2-3 തലമുറയാണ് ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ച് അല്ലെങ്കിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ 3 തലമുറകളാണ് ഈ കേരളത്തിൽ കഴിഞ്ഞ 69 കൊല്ലമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചതും ശ്രമം തുടരുന്നതുമായിട്ടുള്ളത്. അതിൽ തന്നെ ഈ 30 കൊല്ലം അവസാനത്തെ 30 കൊല്ലമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമപ്രദേശങ്ങളിലെ വികസന സാധ്യതകളെ ഗ്രാമത്തിന്റെ പഞ്ചായത്ത് എന്നുള്ള രീതിയിലും അങ്ങനെ ഗ്രാമപഞ്ചായത്തുകൾ ചേരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള രീതിയിലും ബ്ലോക്ക് പഞ്ചായത്ത് ചേരുന്ന ജില്ലാ പഞ്ചായത്ത് എന്നുള്ള രീതിയിലും കൂടിയുള്ള വലിയ കാഴ്ചപ്പാടോടു കൂടിയുള്ള മാറ്റത്തിന് തുടക്കം കുറിച്ചിട്ട് 30 വർഷമേ ആയിട്ടുള്ളൂ. ഈ 30 വർഷം കൊണ്ട് നമുക്ക് നേടാൻ കഴിഞ്ഞത് എന്തൊക്കെ, പരിമിതികൾ എന്തൊക്കെ, ഇനി മുന്നോട്ട് പോകേണ്ടത് എങ്ങനെ എന്നുള്ളതും ഈ അവസരത്തിൽ നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതുണ്ട്. സ്വന്തം വാർഡിന്റെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണ് എന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പല പരിഗണനകളുടെയും പേരിൽ വാർഡ് തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു പക്ഷേ നമ്മൾ വോട്ട് ചെയ്തേക്കാം എന്നുള്ളതിന്റെ സാധ്യതകളെ തന്നെയാണ് പലപ്പോഴായി ഒരു പഞ്ചായത്തിന്റെ ഭരണം ആരുടെ കൈകളിൽ എത്തുന്നു എന്നുള്ളതിന്റെ സാധ്യതയായിട്ട് വിലയിരുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ പദ്ധതികളും വികസന കാഴ്ചപ്പാടും ഇല്ലാതെ തന്നെ വേണമെങ്കിൽ ഒരു ഭരണസമിതിക്ക് 5 കൊല്ലം ഭരിച്ച് അവസാനിപ്പിക്കാം. പല പഞ്ചായത്തുകളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പല കാരണങ്ങൾ കൊണ്ടും കഴിഞ്ഞ 30 കൊല്ലങ്ങളിൽ പലപ്പോഴായി സംഭവിച്ചത്. എന്നാൽ എന്തിനു വേണ്ടിയാണ് ജനപ്രതിനിധിയാകുന്നത് എന്നും ആ 5 വർഷത്തെ ഉത്തരവാദിത്തം എന്താണ് എന്നും അറിഞ്ഞു നിറവേറ്റുകയും അത് അടുത്ത ഭരണസമിതിക്ക് കൈമാറാനുള്ള ഒരു തുടർ ഉത്തരവാദിത്തത്തിന്റെ ഒരു 5 വർഷക്കാലമാണ് നമ്മൾ അവിടെ ചെലവഴിക്കുന്നത് എന്ന് ബോധ്യമുണ്ടാവുകയും ചെയ്യുകയും അതിനൊരു തുടർച്ച ഉണ്ടാകണമെന്ന നിർബന്ധം ഉണ്ടാവുകയും ചെയ്യുന്ന അങ്ങനെ തുടർച്ചയുണ്ടായ ഒരു സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചപ്പാടിന്റെ പേരിലാണ് വികസന സദസ്സുകൾ നടക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി കേരളത്തിലെ 941 പഞ്ചായത്തുകളിലും അതിന്റെ തന്നെ 87 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനുകളിലും സർക്കാർ നേരിട്ട് ഉത്തരവിറക്കി ഇത്തരം ഒരു സദസ്സ് വിളിച്ചു ചേർക്കണം. ആ സദസ്സിന്റെ ഭാഗമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഒരു ഇലക്ഷനെ നേരിടാൻ വേണ്ടി കഴിഞ്ഞ ഭരണസമിതി ആ ഭരണം കൈമാറുന്നതിനു വേണ്ടി അത് തിരഞ്ഞെടുക്കപ്പെട്ടത് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കക്ഷി രാഷ്ട്രീയത്തിനും അപ്പുറം ഒരു ഭരണസമിതിയുടെ തുടർച്ചയാണ് തൊട്ടടുത്ത ഭരണസമിതി എന്നുള്ളതിന്റെ കാഴ്ചപ്പാടിലേക്ക് ജനങ്ങളെ കൂടി ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇത്തരം വികസന സദസ്സുകൾ നടക്കണമെന്ന് നിർബന്ധപൂർവം ഒരു സർക്കാർ കേരളത്തിൽ ഉത്തരവിറക്കുകയും ഇങ്ങനെ സംഘടിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. അതിനു മുന്നേ പലപ്പോഴും സാധ്യതകൾ 2020 ഓരോ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അവരവരുടേതായ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ നടത്തി എന്നുള്ളതല്ലാതെ സർക്കാരിന്റെ ഉത്തരവിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ നിർബന്ധമായി ഇത്തരം വിളിച്ചു ചേർക്കലുകൾ ഉണ്ടായാൽ മാത്രമാണ്
ഇനി ഇത് മുന്നോട്ടേക്ക് പോകേണ്ടത് എങ്ങോട്ടേക്കാണ് എന്ന് ജനങ്ങൾക്ക് വിലയിരുത്തി അവരുടെ തീരുമാനം ഒരു തെരഞ്ഞെടുപ്പിന്റെ വക്കോളം എത്തി നിൽക്കുന്ന സമയത്ത് കൃത്യമായി വിനിയോഗിക്കേണ്ടത് അവര് അറിഞ്ഞെടുക്കേണ്ട തീരുമാനമാണ് എന്നുള്ളതിന്റെ കാഴ്ചപ്പാട് കൂടിയാണ് ഈ വികസന സദസ്സ്. അപ്പൊ അതുകൊണ്ട് അവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരിലേക്ക് എത്തേണ്ടുന്ന മാറ്റങ്ങളുടെ, നല്ലതിനെ പറ്റിയുള്ള അവരുടെ ബോധ്യങ്ങളുടെ ഒക്കെ ഒരു ആകെത്തുകയായിരിക്കണം ഈ വികസന സദസ്സിന്റെ ഏറ്റവും അവസാനത്തിൽ വരുന്ന ചർച്ചയുടെയും അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് പ്രദർശിപ്പിക്കുന്ന ചെറിയ വീഡിയോകളുടെയും. അത് പഞ്ചായത്തിൻ്റെതായ നേട്ടങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ പ്രസ് ക്ലബ്ബ് ഒരു സപ്ലിമെന്റ് പോലെ തയ്യാറാക്കിയിരിക്കുന്നത്, അതുപോലെ തന്നെ ഒരു വീഡിയോ പ്രദർശനം ഒരു പക്ഷേ ഉണ്ടാകും. സംസ്ഥാനത്ത് മുഴുവനായിട്ട് എങ്ങനെയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനവും നഗര മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സംവിധാനങ്ങളും ചലിച്ചത് എന്നുള്ളതിൻ്റെ വീഡിയോ പ്രദർശനം ഉണ്ടാകും. അതെല്ലാം കണ്ട് ബോധ്യപ്പെട്ട നിങ്ങൾക്ക് ഗ്രാമസഭകളിൽ ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കാൻ ഇനി ഒരു ഗ്രാമസഭ കൂടിയായിരിക്കും എനിക്ക് തോന്നുന്നു വിളിച്ചു ചേർക്കപ്പെടുക ഈ ഭരണസമിതിയുടെ കീഴിൽ. സ്വാഭാവികമായും അടുത്ത വാർഡ് ഇലക്ഷൻ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ തീരുമാനം അറിഞ്ഞെടുക്കാൻ സഹായിക്കുന്ന വിധം, ഈ ഭരണസമിതിയുടെ നേട്ടങ്ങൾ എന്താണ് എന്ന് വിലയിരുത്താൻ കഴിയുന്ന വിധം, ഇനി മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചും പറഞ്ഞും അവകാശങ്ങൾ അറിഞ്ഞും വിനിയോഗിക്കാൻ കഴിയുന്ന വിധം ജനങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. നിലപാടുകളുള്ള, രാഷ്ട്രീയ ബോധമുള്ള, നാടിനെ പറ്റി സമൂഹത്തെ പറ്റി കാഴ്ചപ്പാടുകളുള്ള മനുഷ്യരായി തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ പഞ്ചായത്തുകളോട് ഇത്തരം വികസന സദസ്സുകൾ വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടി പറഞ്ഞപ്പോൾ ഈ സർക്കാർ മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നവകേരളം എന്നുള്ളത് ഒരു സർക്കാരിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയുടെ, അതിന്റെ മുഖ്യമന്ത്രിയുടെ മാത്രം സ്വപ്നമോ അല്ലെങ്കിൽ വാക്പ്രയോഗമോ ആയിട്ടല്ല മാറേണ്ടത് എന്നും അത് 4 കോടി മലയാളികളുടെയും സ്വപ്നമായി തീരണമെന്നും ആ മാറ്റം 69 വയസ്സായ കേരളത്തിന് 70 വയസ്സും 75 വയസ്സും അടുത്ത വർഷവും അതിനടുത്ത 5 വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുമെന്നും പിന്നെയും അങ്ങോട്ട് ഒരു 1/4 നൂറ്റാണ്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ 2056 ഈ കേരളത്തിന് 100 വയസ്സ് തികയാൻ പോവുകയാണ്. കാഴ്ചപ്പാടിൽ, മനോഭാവത്തിൽ വരേണ്ടുന്ന മാറ്റം, പ്രയോഗത്തിൽ വരേണ്ട മാറ്റം, വികസനം എന്ന് പറയുന്ന വാക്കിന് എന്താണ് ജനങ്ങളുടെ ജീവിതവുമായി സാക്ഷ്യം പറയാനുള്ളത് എന്നുള്ളതിന്റെ എല്ലാം വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. റോഡും തോടും റെയിലും പോർട്ടും ഒക്കെയായി മാറുന്ന സൗകര്യങ്ങളുടെ മാത്രം മാറ്റമല്ല വികസനം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയ ഒരു സർക്കാരിന്റെ ഒരു പക്ഷേ 2021 അധികാരമേറ്റതിന് ശേഷം എങ്ങനെയായിരിക്കണം സാധാരണക്കാരിൽ സാധാരണക്കാരായ, പ്രയോഗത്തിൽ നമ്മൾ എപ്പോഴും പറയും ഈ സാധാരണക്കാരിൽ സാധാരണക്കാർ, പക്ഷെ അങ്ങനെ ഒരു ജനവിഭാഗം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ ഒരു പക്ഷേ പട്ടിണി ഇല്ലാത്ത, പരിവട്ടങ്ങൾ വലിയ കാര്യമായിട്ടില്ലാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് സാധിക്കാറില്ല. നമ്മുടെ ചുറ്റും കണ്ണോടിച്ചാൽ കാണുന്ന മനുഷ്യർ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിനൊന്നും പലപ്പോഴും നമ്മൾ ഉത്തരം ഒരു വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് തേടാറില്ല. അതിന്റെ പോരായ്മകൾ, പരിമിതികളൊക്കെ എല്ലാ കാലത്തും നാട് അനുഭവിക്കുന്നുമുണ്ട്. 2021 അധികാരമേറ്റ ശേഷം ഈ സർക്കാരിന്റെ കാഴ്ചപ്പാടിൽ നവകേരളത്തിന്റെ തുടർച്ചയായി ഉണ്ടാക്കിയെടുക്കേണ്ട മാറ്റങ്ങളിൽ അതിപ്രധാനം എന്ത് എന്നുള്ളതിന്റെ ലൈഫ് പദ്ധതിയായും അതുപോലെ പൊതുജനാരോഗ്യ സംരക്ഷണവുമായും ശുചിത്വ കേരളവുമായും ഒക്കെ ബന്ധപ്പെട്ട് ഉള്ള പദ്ധതികളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രളയം തകർത്തെറിഞ്ഞ കേരളത്തെ റീബിൽഡ് കേരള എന്ന് പറഞ്ഞ് മറ്റൊരു പദ്ധതിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോഴും അതിദരിദ്രരുള്ള കേരളമാണോ ഇത് എന്ന് അന്വേഷിക്കാനും, അങ്ങനെ അന്വേഷിക്കുമ്പോൾ വിശപ്പിന്റെ മാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെയല്ല ദാരിദ്ര്യത്തിന്റെ അതിദരിദ്രർ എന്നുള്ള കണക്കെടുപ്പിൽ നമ്മൾ പരിഗണിച്ചത്. പകരം സാമൂഹിക പിന്നോക്കാവസ്ഥയിലേക്ക് തള്ളി നീക്കപ്പെട്ട ഏതൊരു കുടുംബവും മനുഷ്യനും അതിന്റെ കാരണങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് പരിഹരിക്കുന്നതിലൂടെ മാത്രമാണ് അതിദരിദ്രാവസ്ഥ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുക. അതൊരു സാമൂഹിക അവസ്ഥയാണ് എന്ന തിരിച്ചറിവിൽ അത്തരത്തിലൊരു കണക്കെടുപ്പിന് എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും നിർദ്ദേശം നൽകുകയും എല്ലാ നഗരസഭകൾക്കും കോർപ്പറേഷനുകൾക്കും നിർദ്ദേശം നൽകുകയും അതാത് നഗരസഭകൾ, കോർപ്പറേഷനുകൾ, ഗ്രാമപഞ്ചായത്തുകൾ കണ്ടെത്തിയ ആ കണക്ക് ക്രോഡീകരിച്ചുകൊണ്ട് അത്തരം 64,006 കുടുംബങ്ങൾ ഈ കേരളത്തിൽ ഉണ്ട് എന്ന് തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാതെ അത്തരം കുടുംബങ്ങൾ ഉണ്ട് എന്ന് 3.5 വർഷം മുന്നേ തിട്ടപ്പെടുത്തി ആ 64,006 കുടുംബങ്ങൾക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് കഴിഞ്ഞ 42 മാസമായി അവരുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരികയും ആ 42 മാസങ്ങൾക്ക് ശേഷം 3.5 വർഷങ്ങൾക്ക് ശേഷം
ഈ നവംബർ 1 അത്രയും കുടുംബങ്ങളെ ഏത് പരാധീനതയുടെ ഏത് കുറവിന്റെ പേരിലാണോ അവരുടെ അതിദരിദ്രാവസ്ഥ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഉണ്ടാവാതിരുന്നത്, ചിലപ്പോൾ അതൊരു വീടിൻ്റെതായിരിക്കാം, 4 ചുവരുകളുള്ള ഒരു മേൽക്കൂരയുള്ള അടച്ചുറപ്പുള്ള സുരക്ഷിതത്വമുള്ള ഒരു വീടിന്റെ കുറവായിരിക്കാം, ശുദ്ധജലത്തിന്റെ വിതരണത്തിന്റെ കുറവായിരിക്കാം, സ്ഥിര വരുമാനത്തിന്റെ മാർഗമില്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പക്ഷേ ദാരിദ്ര്യാവസ്ഥയായിരിക്കാം. അങ്ങനെ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ആ കുടുംബത്തെ അതിദരിദ്രം എന്ന് വിളിക്കാനുള്ള കാരണങ്ങൾക്കുള്ള പട്ടിക ഉണ്ടാക്കിയ ശേഷം ആ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു പക്ഷേ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്ന കുടുംബങ്ങളുടെ പരിഗണനയുടെ വിഷയങ്ങൾ അടക്കം മാറ്റി കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ 64,006 കുടുംബങ്ങൾ ഉണ്ട് എന്നും ആ ഉള്ള കുടുംബങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കണമെന്നും തീരുമാനമെടുക്കുക പറഞ്ഞാൽ അത് ചില്ലറ ദിഷണാശക്തി പോരാ, അല്ലെങ്കിൽ അത് അസാമാന്യമായിട്ടുള്ള വകതിരിവുള്ള ഒരു സംവിധാനത്തിന് മാത്രമേ അത് ചലിപ്പിക്കാൻ പറ്റൂ. അങ്ങനെ 42 മാസം കൊണ്ട് 3.5 വർഷം കൊണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിത നിലവാരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഈ പഞ്ചായത്തിന്റെ 23 വാർഡിന്റെ പരിധിയിലും അത്തരം കുടുംബങ്ങളുടെ എണ്ണം നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. ആ കുടുംബങ്ങളിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നത് എന്നുള്ളതിനും ഏതൊക്കെ പദ്ധതികൾ പ്രകാരമാണ് അവരിലേക്ക് സഹായങ്ങളും സൗകര്യങ്ങളും എത്തിച്ചത് എന്നും അതെങ്ങനെയാണ് ഇനി തുടരേണ്ടത് എന്നുള്ളതും തിട്ടപ്പെടുത്തി മുന്നോട്ട് പോയിട്ടുണ്ടാവും. അത്തരം കുടുംബങ്ങളെ മുഴുവൻ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് കൈപിടിച്ചുയർത്തിയതിന്റെ പ്രഖ്യാപനമാണ്. ലോകത്ത് തന്നെ അത്തരം അവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒരു ജനവിഭാഗം ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഈ കൊച്ചു കേരളമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റുന്ന വിധം ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാറുന്നു എന്നുള്ളതും 4 കോടിയോളം വരുന്ന മനുഷ്യരുടെ വികസനത്തിന്റെ കാഴ്ചപ്പാടിൽ സാധാരണക്കാരായ മനുഷ്യനുണ്ടാകേണ്ടുന്ന ഗുണപരമായ മാറ്റം, ആ മാറ്റത്തിൽ നിന്നാണ് നവകേരളം കെട്ടിപ്പടുത്ത് തുടങ്ങേണ്ടത് എന്നുള്ളതിന്റെ ബോധ്യവും ഒക്കെയാണ് നമ്മൾ ഈ 1-ാം തീയതി വലിയൊരു പ്രഖ്യാപനത്തിലൂടെ ഈ ലോകത്തെ അറിയിക്കാൻ പോകുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. വികസനം എന്നുള്ളതിന്റെ നമുക്ക് തൊട്ടറിയാവുന്ന, കണ്ടറിയാവുന്ന, അനുഭവിച്ചറിയാവുന്ന മാറ്റങ്ങൾ അത് ഈ കാലഘട്ടത്തിനനുസരിച്ച് സമൂഹത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് എന്താണ് എന്ന് ബോധ്യപ്പെട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആ ഉത്തരവാദിത്തം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ പറ്റി ഈ ലഘുലേഖയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വായിച്ചാൽ കൃത്യമായി മനസ്സിലാകും. ഈ മാറ്റങ്ങൾക്കൊക്കെ ഏത് തരത്തിൽ എങ്ങനെയൊക്കെ ഈ 5 വർഷക്കാലത്തിനിടയ്ക്ക് 23 പേർ ചേർന്ന ഭരണസമിതിക്ക് സാധിച്ചു എന്നുള്ളതും അതിന് പ്രതിപക്ഷമായും ഭരണപക്ഷമായും എന്നുള്ള വ്യത്യാസമില്ലാതെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു കൂട്ടുത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവ് എത്രത്തോളം പേർക്ക് ഉണ്ടായി എന്നുള്ളതും ഒക്കെ ഈ വികസന സദസ്സ് തന്നെ നമ്മളോട് സാക്ഷ്യം പറയും. ജനങ്ങളുടെ മാറ്റങ്ങൾക്കും ജനങ്ങളുടെ ജീവിതത്തിന് വേണ്ടുന്ന പുതിയ ബോധ്യങ്ങൾക്കും വേണ്ടിയല്ല, അവനവന്റെ രാഷ്ട്രീയ വിജയങ്ങൾക്കും അത് കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് തന്നെ ജയപരാജയങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുന്ന സമയത്ത് കണക്കാക്കുന്നതിനും വേണ്ടി വില കുറച്ച് കാണുന്നവർക്ക് അധികാര രാഷ്ട്രീയത്തിനോട് മാത്രമാണ് താല്പര്യമെന്നും അത് ജനാധിപത്യ രീതിയിലെ ഒരു പക്ഷേ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് എന്ന് വലിയ കാഴ്ചപ്പാടോടുകൂടി ഇടപെടേണ്ടുന്ന ഒരു സാഹചര്യത്തെ തകിടം മറിക്കുകയാണ് ചെയ്യുന്നത് എന്നുമൊക്കെ മനസ്സിലാക്കാൻ കുന്നമംഗലത്തെ സാധാരണക്കാരായ മനുഷ്യർക്കും സാധിക്കണം. അത്തരത്തിൽ ഈ മാറ്റങ്ങൾക്കൊപ്പം നിൽക്കാൻ, ഇതുപോലെയുള്ള മാറ്റങ്ങളുടെ ഭാഗമാകാനൊക്കെ കൂടുതൽ പേർ തെരഞ്ഞെടുക്കപ്പെടേണ്ടത് എങ്ങനെയുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുള്ളതാണ് എന്നും അവരുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾ എന്തായിരിക്കണമെന്നും അവരുടെ നിലപാട് എന്തായിരിക്കണമെന്നും അവരുടെ പൊതുജീവിതത്തിലെ പൊതുജന സേവനത്തിലെ മാതൃകകൾ എന്താണ് എന്നുള്ളതും ഒക്കെ വിലയിരുത്താനും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വികസന സദസ്സ് നിങ്ങൾക്ക് ഒരു അവസരം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗ്രാമ പഞ്ചായത്തിന്റെ ഭരണസമിതി എന്നുള്ള രീതിയിൽ കൂട്ടായ ഉത്തരവാദിത്തത്തിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞത് അവിടുത്തെ മെമ്പർമാരോടൊപ്പം തന്നെ ഈ ഗ്രാമപഞ്ചായത്തിലെ വിവിധങ്ങളായ തസ്തികകളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, അത് മുൻകാലങ്ങളിലാകട്ടെ ഇപ്പൊ തുടർന്നുകൊണ്ട് ഉത്തരവാദികൾ, ഈ ഉത്തരവാദിത്തം നിങ്ങൾ ഏൽപ്പിച്ചത് നിറവേറ്റിയവരാണ് ഈ ഭരണസമിതി. ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ തൃപ്തരാണോ? നിങ്ങളുടെ ആ തൃപ്തി തന്നെ ഇനി എങ്ങോട്ടൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ അതിനെ നിലനിർത്തേണ്ടതും അതിന് കൂടുതലായിട്ടുള്ള കാര്യക്ഷമതയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും എന്ന് ജനങ്ങളുടെ മുന്നിൽ വിലയിരുത്താൻ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ അവതരിപ്പിക്കുന്ന ഈ വികസന സദസ്സിന് അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇത്രയും കാര്യപ്രാപ്തിയോടുകൂടി തന്നെ ചലിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതിന് ഭരണസമിതിക്ക് വലിയൊരു കയ്യടി ഈ നാടിനു വേണ്ടി നൽകാൻ ഈ അവസരം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിനിയോഗിക്കാം. ഈ മാറ്റങ്ങൾക്ക് വേണ്ടി അവർ എടുത്ത ഉത്തരവാദിത്ത ബോധത്തിനൊക്കെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരുപക്ഷെ അവരുടെ കുടുംബം,
അവരുടെ സ്വകാര്യ ജീവിതമൊക്കെ അവർ മാറ്റിവെച്ചുകൊണ്ട് തന്നെയായിരിക്കണം ഈ പഞ്ചായത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി മുൻഗണന നൽകിയത്. ഓരോ പൊതുപ്രവർത്തകനും മാതൃകയാക്കേണ്ടത് എത്രയോ പേർ ചേർന്ന് തന്നെയാണ് ഈ സംവിധാനത്തെ ചലിപ്പിച്ചത് എന്നും അത്തരത്തിലുള്ള സംവിധാനത്തിന്റെ ഭാഗമായി ഈ വികസന സദസ്സിൽ നിങ്ങൾക്ക് ബോധ്യം വരുന്ന വിധത്തിൽ തന്നെയുള്ള ആ മാറ്റങ്ങളെ തൊട്ടറിയാനും അതിൽ പ്രതികരിക്കാനുമുള്ള ഒരു സഭയായിട്ടാണ് ഈ വികസന സദസ്സിനെ കാണുന്നത് എന്നും ഇതിന്റെ മുഖ്യ പ്രഭാഷണം എന്നുള്ള രീതിയിൽ എന്താണ് വികസന സദസ്സ്, കുന്ദമംഗലം എത്രത്തോളം ഈ വികസന സദസ്സിനും ഇതിന്റെ വികസന പ്രവർത്തനങ്ങളോട് നീതി പുലർത്തി എന്നുള്ളതിന്റെ നിങ്ങളുടെ ബോധ്യങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ കാണാനും ഇവിടെ വന്ന് സംസാരിക്കാനും സാധിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കുന്ദമംഗലം നിയോജക മണ്ഡലം MLA റീം അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ശേഷം ഒരു ഉത്ബോധനത്തിനോ പ്രസംഗത്തിനോ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. പഞ്ചായത്തിൽ ഏർപ്പെടുത്തുന്ന ഒരുപാട് ഉദ്ഘാടനങ്ങളാണ് രാവിലെ 10 മണി മുതൽ ഉണ്ടായിരുന്നത്. കൊണ്ടാണ് ഇപ്പോൾ താമസിച്ചത് ലക്ഷണമെന്ന് നമുക്ക് ചോദിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ കാലാവധി അവസാനിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ നിയമസഭയുടെ കാലാവധി അധികാരമില്ല. ഈ ഒരു കാലയളവിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെയും കോട്ടങ്ങളെയും സംബന്ധിച്ച് ഇനി എന്ത് ഒരു 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ഒരു ചർച്ചയും വിശകലനവും അനിവാര്യമാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഏതായാലും ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചു. ബഹുമാന്യരായ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളെ, ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഈ വികസന സദസ്സ് കേരളത്തിലൊരു പുതിയ ജനപങ്കാളിത്തത്തോടെയുള്ള വികസന സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ്. ഈ വികസന സദസ്സിലൂടെ കേരളത്തിലെ 1034 തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനങ്ങൾ ഒത്തുചേർന്നു. കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കഴിഞ്ഞ 2 സർക്കാരുകൾക്ക് കീഴിൽ കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് എന്നും ഗ്രാമപഞ്ചായത്തിന് കീഴിൽ അഭിവാദ്യം അർപ്പിക്കുകയാണ്. കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ LDF ഭരണസമിതി 2020 അധികാരത്തിൽ വരുന്നത്. അധികാരത്തിൽ വന്നതിന് ശേഷം 5 വർഷക്കാലം ഒട്ടനവധി വികസനങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയാമെന്നുള്ളത് ഫസ്റ്റ് തന്നെ ശുചിത്വ പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കുന്ദമംഗലം ബ്ലോക്കിൽ 8 പഞ്ചായത്ത് നിലവിലുണ്ട്. 7 പഞ്ചായത്തിനും ശുചിത്വ പദവി കിട്ടിയ പഞ്ചായത്തായിരുന്നു. കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് ശുചിത്വ പദവി കിട്ടാതിരുന്നത്. ഇപ്പോൾ വന്ന സമയത്ത് തന്നെ 46 ഹരിതകർമ്മസേനയ്ക്ക് 23 വാർഡുകളിലായിട്ട് നേതൃത്വം കൊടുക്കുകയും അതിന്റെ ഭാഗമായിക്കൊണ്ട് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത് ശുചിത്വ പദവി നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം കായിക പ്രേമികൾക്ക് ഒരു ഭരണസമിതി വരുന്നതിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു സ്വന്തമായിട്ട് ഒരു ഗ്രൗണ്ട് എവിടെയെങ്കിലും ഇവിടെ വാങ്ങി തരുമോ എന്നുള്ള ഒരു. അതോടൊപ്പം തന്നെ പടനിലം സ്കൂൾ, പഞ്ചായത്തിലെ ഏക സ്കൂളാണ് പടനിലം. GLP സ്കൂളിന്റെ തൊട്ട് സമീപത്ത് തന്നെ 2 ഏക്കർ സ്ഥലം പഞ്ചായത്തിന്റെ ആസ്തിയിൽ സർവേ ചെയ്തു, ആസ്തിയിൽ രേഖപ്പെടുത്തി. അതിനുശേഷം അതിന് MLA കണ്ട് സംസാരിച്ച സമയത്താണ് MLAയുടെ 50 ലക്ഷവും അതേപോലെ സർക്കാരിന്റെ 50 ലക്ഷവും ഗ്രാമപഞ്ചായത്തിന്റെ 10 ലക്ഷവും ബ്ലോക്കിന്റെ 5 ലക്ഷം രൂപയും വകയിരുത്തി 1,15,00,000 രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഗ്രൗണ്ടിന്റെ പ്രവൃത്തി ഉദ്ഘാടനം അബ്ദുറഹിമാൻ മന്ത്രി, കായികവകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ മേഖലയിൽ കൂടെയും ഈ ഒരു ഭരണസമിതിക്ക് ഒരുപാട് വികസനം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ഈ ഒരു കാലയളവിൽ നടന്നതിൽ വളരെയേറെ സന്തോഷവും അഭിമാനവും എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ മുഴുവൻ പേരെയും കുന്ദമംഗലം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി ഈ അവസരത്തിൽ
അഭിവാദ്യം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്യുക. ലഭ്യമാക്കുന്ന കുന്നമംഗലത്തെ ഫാമിലി ഹെൽത്ത് സെന്റർ, അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 4 സബ് സെന്ററുകൾ, ഇതെല്ലാം വളരെ മെച്ചപ്പെട്ട രീതിയിൽ നവീകരിക്കാൻ സാധിച്ചു എന്നത് അഭിമാനകരമാണ്. പിലാശ്ശേരി വാഴപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന സബ് സെന്റർ കെട്ടിടം വളരെ പഴക്കം ചെന്ന കെട്ടിടമാണ്. ആ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു മാറ്റി 60 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പുതിയ കെട്ടിടം ഇപ്പോൾ ഉദ്ഘാടനത്തിന് സജ്ജമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചൂടാമയിലെ സബ് സെന്റർ 10 ലക്ഷം രൂപ വെച്ചുകൊണ്ടാണ് നവീകരിച്ച് ഏറ്റവും ആധുനിക രീതിയിൽ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. കൈകോട്ടുപുറത്തെയും ചാത്തങ്കാവിലെയും സബ് സെന്ററുകൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നവീകരിച്ച് ആളുകൾക്ക് വളരെയധികം സഹായകരമായ രീതിയിൽ മാറ്റി തീർക്കാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. FSC ആനപ്പാറയിൽ പ്രവർത്തിക്കുന്ന FSC, അതിൻ്റെ കവാടം, അതേപോലെ തന്നെ ഫാർമസി സംവിധാനങ്ങൾ, ലാബ് സൗകര്യങ്ങൾ, അതിൻ്റെ മുറ്റം ഷീറ്റിടലും കട്ടവിരിക്കലും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ, അതോടൊപ്പം കൂട്ടിരിപ്പുകാർക്ക് പ്രത്യേക സംവിധാനം എന്നതിലേക്ക് ആലിലക്കാറ്റ് എന്ന പദ്ധതി നടപ്പാക്കി ചെറിയ പാർക്കും ഈ ആശുപത്രി കോമ്പൗണ്ടിൽ സജ്ജീകരിക്കാൻ നമുക്ക് സാധിച്ചു. MLA-യുടെ സഹായത്തോടുകൂടി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടം ആശുപത്രി പ്രവർത്തനങ്ങൾക്ക് വളരെയധികം സഹായകരമായിട്ടുണ്ട് എന്നത് ഈ സന്ദർഭത്തിൽ സ്മരിക്കുക. ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. വളരെ കാലമായി സ്വന്തമായി കെട്ടിടമില്ലാതിരുന്ന ആയുർവേദ ആശുപത്രി, അതേപോലെ തന്നെ ഹോമിയോ ആശുപത്രി, ഈ 2 ആശുപത്രികൾക്കും സ്വന്തമായി സ്ഥലം ലഭ്യമാക്കുകയും 50 ലക്ഷം രൂപ ചെലവഴിച്ച് ഹോമിയോ ആശുപത്രിക്ക് തറക്കല്ലിടൽ കഴിഞ്ഞ ദിവസം നടന്നു കഴിഞ്ഞു. അതിന്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ആയുർവേദ ആശുപത്രി 40 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പുതിയ കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഉദ്ഘാടനത്തിന് സജ്ജമായി നിൽക്കുകയാണ്. ഈ 2 കെട്ടിടങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട MLA PT റഹീം അവர்களാണ്. ഗ്രാമപഞ്ചായത്തിന്റെ അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി സാധിച്ചു. വയോജന പാർക്ക് കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ 5 വയോജന പാർക്കുകളാണ് പൂർത്തീകരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ചിലതെല്ലാം ഉദ്ഘാടനം കഴിഞ്ഞു, ചിലതെല്ലാം ഉദ്ഘാടനത്തിന് സജ്ജമായി നിൽക്കുകയാണ്. വയോജനങ്ങളോട് ഈ ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ടുള്ള നിലപാട് എന്ത് എന്ന് നമുക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ ഗതാഗത മേഖലയിൽ കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. എല്ലാ വാർഡിലും ഒരു വർഷം 25 മുതൽ 30 ലക്ഷം വരെ രൂപ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകാൻ ഭരണസമിതിക്ക് സാധിച്ചു എന്നത് അഭിമാനകരമാണ്. 2013 ഉദ്ഘാടനം ചെയ്ത ഷോപ്പിംഗ് കോംപ്ലക്സ്, ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് ഈ ഭരണസമിതി അധികാരമേൽക്കുന്നത് വരെ ഒരു രൂപ പോലും വാടകയിനത്തിൽ വരുമാന ആളുകളാണ് ആ കുളത്തെ ഓരോ ദിവസവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് അഭിമാനകരമാണ്. അതേപോലെ തന്നെയാണ് പ്രീ പ്രൈമറി കുട്ടികളെ സഹായിക്കുന്നതിന് അംഗൻവാടിയുടെ വികസന പ്രവർത്തനം. 3 അംഗൻവാടികൾക്ക് ഈ ഭരണസമിതി വരുമ്പോൾ കെട്ടിടമില്ലായിരുന്നു. ഈ 3 അംഗൻവാടികൾക്ക് കെട്ടിടം പൂർത്തിയായി. 2 അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു അംഗൻവാടിയുടെ ഉദ്ഘാടനം അടുത്ത മാസം 3-ാം തീയതി നടക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാ അംഗൻവാടികളും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നവീകരിക്കാൻ സാധിച്ചു എന്നത് അഭിമാനകരമാണ്. മിക്കവാറും അംഗൻവാടികളെല്ലാം ക്രാഡിൽ അംഗൻവാടി എന്ന നിലവാരത്തിലേക്ക് മാറി. ക്രാഡിൽ അംഗൻവാടി വരുന്നതോടുകൂടി തന്നെ കുട്ടികളുടെ കുറെ കൂടി മെച്ചപ്പെട്ട സൗകര്യം ഈ അംഗൻവാടിയിൽ ലഭ്യമായി എന്നതാണ് പ്രത്യേകത. സമസ്ത മേഖലയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നത് ഈ ഭരണസമിതിയുടെ നേട്ടമായി നമുക്ക് എടുത്തു കാണിക്കാൻ വേണ്ടി കഴിയും. ഒട്ടനവധി കാര്യങ്ങൾ ഇതിൽ കൂടുതൽ സൂചിപ്പിക്കാനുണ്ട്. എല്ലാ വിഷയങ്ങളിലേക്കും കടക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഒരു സ്കൂൾ സ്ഥാപിക്കുക എന്നത് ഈ ഭരണസമിതിയുടെ ആദ്യകാലത്ത് തന്നെയുള്ള വലിയ ഒരു തീരുമാനമായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് പൂവണിയുന്ന സ്ഥിതിയിലേക്ക് 15 സെന്റ് സ്ഥലം പിലാശ്ശേരി ലഭ്യമാക്കുകയും അവിടെ 76 ലക്ഷം രൂപ മുൻ MP എളമരം കരീമിന്റെ ഫണ്ടിൽ നിന്ന് നമുക്ക് ലഭ്യമാവുകയും അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും കഴിഞ്ഞ ദിവസം നിർവഹിക്കുന്ന സ്ഥിതിയുണ്ടായി. ഈ സ്കൂൾ പഠിച്ച സ്കൂൾ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കും അതേപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്കും അത് വലിയ ആശ്രയമാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ഒട്ടനവധി നേട്ടങ്ങളാണ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ 5 വർഷക്കാലത്തെ ഭരണത്തിനിടയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ സാധാരണ ജനവിഭാഗങ്ങളുടെ എല്ലാ പിന്തുണയും കഴിഞ്ഞ 5 വർഷക്കാലവും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ 23 മെമ്പർമാരും ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോയതിൻ്റെ കൂടി നേട്ടമാണ് ഇത്തരത്തിലുള്ള ഉയർച്ചയിലേക്ക് വരാൻ വേണ്ടി സാധിച്ചത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ സദസ്സിന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സന്തോഷത്തോടു കൂടി അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യും.
പിന്നീട് 5 വർഷം എന്ന് പറയുന്നത് 50 വർഷത്തെ കുതിപ്പുമായിട്ടാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യ, ശുചിത്വ, വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഇക്കാലഘട്ടത്തിലെയും അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയല്ല എന്ന നിലയ്ക്ക് ഏറെ പിന്തള്ളപ്പെട്ട ഒരു മേഖലയായിരുന്നു. ആ മേഖലക്കകത്ത് നൂതന ആശയങ്ങളും പുത്തൻ പദ്ധതികളുമായിട്ട് വന്നപ്പോൾ എത്രയോ ഉന്നതമായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് കടന്നു വരുന്നത്. അതിനു മുമ്പ് 1-2 ആളുകൾ ആശംസ അർപ്പിക്കുന്നുണ്ട്. ആദ്യമായി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്ക് വേണ്ടി നജീബ് പാലക്കൽ ആശംസ അർപ്പിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഈ സസ്യമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഒന്നാമത് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വീഡിയോ സഹിതം എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഇന്ന് ഈ ചടങ്ങിൽ വികസന സദസ്സിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള കുഞ്ഞാലിക്ക നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. വികസന സെമിനാർ കഴിഞ്ഞു പോയ 5 വർഷക്കാലം ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള വികസനങ്ങളെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്തമായ ഒരു ഈ സദസ്സിന് മുമ്പാകെ ഇവിടെ പ്രതിപാദിക്കപ്പെടുകയാണ്. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സാധ്യതകളെ 100% പ്രയോജനപ്പെടുത്തി മാതൃകാപരമായി പ്രവർത്തിച്ചിരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയെയാണ് ഇവിടെ നടന്നിരിക്കുന്ന പ്രസന്റേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ പ്രബലപ്പെടുത്തുന്നു. നമ്മുടെ പോരായ്മകളായിരുന്ന പല വിഷയങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടതിന് ശേഷം ത്വരിതഗതിയിലുള്ള വികസനമാണ് നമ്മുടെ രാജ്യത്ത്. ഒരു വലിയ പ്രതിസന്ധിയെയാണ് ഈ ഒരു ആശയത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് സഖാവ് EMS രൂപകൽപ്പന ചെയ്ത ജനകീയാസൂത്രണത്തിലൂടെ പ്രാവർത്തികമാക്കിയത്. ഏതാണ്ട് 40% വരുന്ന ഫണ്ടുകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറ്റം ചെയ്തത്. അധികാരം കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നു നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. അതൊരു വലിയ പോരായ്മയായി. വികസന രംഗത്ത് മുരടിപ്പായി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒക്കെ നിൽക്കുന്നത്. ഇതിനൊരു പരിഹാരം എന്താണ് എന്നുള്ളത് നേരത്തെ ഗ്രാമസ്വരാജിലൂടെ മഹാത്മാഗാന്ധിജി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അധികാരത്തിൽ വരുന്ന ആളുകളൊന്നും പ്രായോഗിക തലത്തിൽ ഗ്രാമസ്വരാജിനെ പ്രബലപ്പെടുത്തി അധികാരം കൈമാറ്റം ചെയ്യപ്പെടാൻ സന്നദ്ധമായിരുന്നു. ഡൽഹിയിലും തിരുവനന്തപുരത്തെയും ആസ്ഥാന തലസ്ഥാനങ്ങളിൽ സർക്കാർ ഖജനാവുകളിൽ IAS ഉദ്യോഗസ്ഥന്മാരുടെയും IFS ഉദ്യോഗസ്ഥന്മാരുടെയും കൈകളിൽ രാഷ്ട്രീയ നേതാക്കളായ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കൈകളിൽ ഉണ്ടായിരുന്ന അധികാരം താഴേക്കടയിലുള്ള ഗ്രാമപഞ്ചായത്തിലെ വാർഡ് തലത്തിലെ ഗ്രാമസഭകൾ ചേർന്ന് ആ ഗ്രാമസഭകൾക്ക് ആളും അർത്ഥം നൽകി പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള അധികാരം നൽകി പദ്ധതികൾ നടപ്പിലാക്കുവാനുള്ള സമ്പത്ത് നൽകി അതിനെ പ്രായോഗിക തലത്തിലേക്ക് മാറ്റിയപ്പോൾ പാർലമെന്ററി ജനാധിപത്യ സംവിധാനം വിഭജിക്കപ്പെട്ടിരിക്കുന്ന തദ്ദേശ സ്വയംഭരണങ്ങളുടെ അധികാര കൈമാറ്റം ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ വലിയ പ്രശ്നത്തിന് പരിഹാരമാണ്. ഞാനത് ദീർഘമായി ഈ സന്ദർഭത്തിൽ പ്രതിപാദിക്കുന്നില്ല. വളരെ ഭംഗിയായി ഈ ചടങ്ങ് നിർവഹിച്ചത് കുന്നമംഗലം ഗ്രാമപഞ്ചായത്താണ്. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പരിപാടികൾ കേട്ടുകഴിഞ്ഞപ്പോൾ സർവതലസംഖ്യയായ വികസനം എന്ന മുദ്രാവാക്യം പ്രാവർത്തികമാക്കിയിരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. ഇവിടെ നാം പരിഗണിക്കപ്പെടേണ്ട വിഭാഗങ്ങൾക്ക്, ജനങ്ങൾക്ക് അവർക്ക് അർഹമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു, ഫണ്ടുകൾ വിനിയോഗം ചെയ്തിരിക്കുന്നു. അത് എല്ലാ തലത്തിലും കുടിവെള്ളത്തിലാണെങ്കിൽ കുടിവെള്ളം, ആരോഗ്യ മേഖലയ്ക്ക്, വിദ്യാഭ്യാസ മേഖലയ്ക്ക് തുടങ്ങി എല്ലാ മേഖലയിലും ഭിന്നശേഷി കുട്ടികൾക്ക് വരെയുള്ള ഫണ്ടുകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഒരു സമൂഹത്തോടുള്ള പ്രതിബദ്ധത പൂർത്തീകരിച്ച
ഗ്രാമപഞ്ചായത്തിലെ അതിന് നേതൃത്വം നൽകിയിരിക്കുന്ന സാരഥികളെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയിട്ടാണ് ഈ വികസന സദസ്സിനെ അഭിമുഖീകരിക്കുന്നത്. കാരണം എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ളവരെല്ലാം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷക്കാലം നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു ഭരണസമിതിയാണ് നിലവിൽ കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിൽ. ഇവിടെ സംസാരിച്ച മുഖ്യ പ്രഭാഷണം മുതൽ പഞ്ചായത്തിൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വീഡിയോ സന്ദേശം, അത് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രഭാഷണങ്ങൾ, അതെല്ലാം കുന്നമംഗലം പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം എന്ത് നടന്നു എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു.